പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുന്നവരും ഉംറയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും അവർ അല്ലാഹുവിന്റെ നിവേദക സംഘങ്ങളാണ്. വസുവാറുഹു, അവനെ സന്ദർശിക്കുന്നവരുമാണ്, അവന്റെ അതിഥികളാണ്. ആതിഥേയനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും അവരെ സന്തോഷിപ്പിക്കുകയും ആതിഥേയ സൽക്കാരം നടത്തുകയും ചെയ്യും എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. കാരണം അല്ലാഹു വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം കേട്ടുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. പടച്ച റബ്ബ് കൽപ്പിച്ചതിന് പ്രകാരം വിളിച്ചു. ആ വിളി കേട്ടുകൊണ്ട് നമ്മൾ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നു. അതിഥികളായി നമ്മൾ പോകുമ്പോൾ പടച്ച തമ്പുരാൻ ആതിഥേയനാൻ. അവൻ നമ്മളെ അതിഥികളാകുന്ന നമ്മളെ നല്ലതുപോലെ ശ്രദ്ധിക്കും, വീക്ഷിക്കും. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ നമ്മൾ അവന് ചായ സൽക്കാരം നടത്തുവാനും അവൻ പോകുന്നത് വരെ പരിപൂർണമായി അവന്റെ പിന്നിൽ നിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോ ഒരപ്പം വരാന്ന് പറഞ്ഞ് അവിടെ മാറ്റിയിരുത്തിയിട്ട് നമ്മൾ മുങ്ങൂല, നമ്മൾ അവിടെ തന്നെ ഉണ്ടാകും. ആ അതിഥി വന്നു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ, അദ്ദേഹം വാഹനത്തിൽ കയറുന്നത് വരെ അദ്ദേഹത്തിന്റെ പിന്നിൽ തന്നെ നിന്നുകൊണ്ട് സേവനം ചെയ്ത് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നമ്മൾ നിലകൊള്ളും. ഉറപ്പാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന എന്തൊക്കെ സഹായങ്ങൾ വേണോ അതൊക്കെ പരിപൂർണമായി നമ്മൾ ചെയ്തു കൊടുക്കും. ഇതേ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു യുടെ ആതിഥേയത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഇൻസഅലഹു അതാഹു വഇനസ്തഗ്ഫറ ലഹു നൽകുന്നതാണ്. ഇൻസഅലഹു അതാഹു വഇനസ്തഗ്ഫറ ലഹു ഗഫറ ലഹു. അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് മാത്രമല്ല, റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിച്ചാൽ അല്ലാഹു പരിപൂർണമായി പാപം പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് ഉത്തരം നൽകുമെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാരുടെ വിഷയത്തിൽ ശുപാർശ നടത്തിയിട്ടുണ്ടോ അവരുടെ ശുപാർശകളും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, റബ്ബിനോട് കൈനിർത്തി അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ, ഈ മനുഷ്യന്റെ പാപങ്ങൾ അകലവും നീ പൊറുക്കണേ എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്താൽ ഉറപ്പായിട്ടും അല്ലാഹുവിന് പുറത്തു കൊടുത്ത് ആ ശുപാർശ സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അഥവാ അവർക്കുള്ള പദവിയാണത്, അവർക്കുള്ള ശ്രേഷ്ഠതയാണ്. ചെറിയ ആളുകളല്ല അവർ. ഹജ്ജിന് വേണ്ടി പോകുന്നവർ, ഉംറയ്ക്ക് വേണ്ടി പോകുന്നവർ, അവർ നിസാരരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊരു നിസാരരായ വ്യക്തികളല്ല. അതുകൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജ് വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജു. അല്ലാഹുവേ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ. ഹാജി ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ, ഇന്നാലിന്ന മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, ഇന്നാലിന്ന സഹോദരന് നീ പുറത്തു കൊടുക്ക്, എനിക്ക് സഹായകമായി എന്നോടൊപ്പം എയർപോർട്ട് വരെ എത്തിച്ചേർന്നതാകുന്ന ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, അല്ലാഹു നീ അവർക്ക് പുറത്തു കൊടുക്ക്, അവരുടെ കാര്യങ്ങൾ മുഴുവനും നീ പരിഗണിക്ക്, നീ ശ്രദ്ധ വെക്ക് റബ്ബേ എന്ന് ഒരു ഹാജി അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മ ദുആ ചെയ്താൽ വല്ലാഹി അത് ഖബൂലാക്കുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജി വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജു. ഈ ദുആഇന് പാത്രീഭൂതരാകാൻ വേണ്ടിയാണ് വർഷം തോറും ഹജ്ജിന് വേണ്ടി പല ആളുകളും യാത്ര തിരിക്കുന്നത്. നമ്മൾ കരുതും എന്തിനാണ് ഈ മനുഷ്യൻ ഉംറ ചെയ്തതല്ലേ ഒരു വട്ടം, പിന്നെയും ഇവന് ഉംറ ആവർത്തിക്കുന്നതിന്റെ കാരണം എന്താണ്?
ഈ വർഷം കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്തതല്ലേ, പിന്നെയും ഈ വർഷം ഹജ്ജിന് വേണ്ടി അവൻ പേര് കൊടുത്തതിന്റെ നാമനിർദ്ദേശം നൽകിയതിന്റെ കാരണം എന്താണ്? ഈ വർഷം അവൻ പ്രൈവറ്റായി പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഈ ദുആയിൽ പാത്രീഭൂതനാകാൻ വേണ്ടിയാണ്. നബി ദുആയിരുന്നു, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജി, അല്ലാഹുവേ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഹാജിക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വർഷം തോറും വീണ്ടും അടുത്ത ഹജ്ജ് ചെയ്യുന്നു, വീണ്ടും പാപമോചനത്തിന് അർഹനാകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു കൊല്ലം വീണ്ടും അവൻ, അടുത്ത വർഷം വീണ്ടും അവൻ നിയ്യത്ത് ചെയ്യുന്നു. ഉംറയ്ക്കും അത് തന്നെയാണ് നബി പഠിപ്പിച്ചത്, പാപം പൊറുപ്പിച്ചെടുക്കുക, പാപം പൊറുപ്പിച്ചെടുക്കുക. അതാണ് അതിന്റെ മർമ്മപ്രദമായ ലക്ഷ്യം. അതിലെ ഹദീസ്, അൽ-ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, പരിശുദ്ധമായ ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള സമയങ്ങളിൽ അവൻ ചെയ്യുന്ന പാപങ്ങൾ മുഴുവനും പൊറുക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം പൊറുപ്പിച്ചെടുക്കുക. നമ്മളൊക്കെ പാപം അധികരിച്ചവരാ അല്ലെ? എവിടെ ശ്രദ്ധിക്കും, ധാരാളം തെറ്റുകുറ്റങ്ങളിൽ അധികരിച്ച ആളുകളാണ് ഇന്നത്തെ സമൂഹം. നിങ്ങൾ പത്രത്തിലൂടെ ദർശിക്കുന്നില്ലേ, ഇത്ര വലിയ ദുരന്തം കേരളത്തിലുണ്ടായിട്ടും ആ ദുരന്തത്തിനിടയിലും നാദാപുരത്തുള്ളതാകുന്ന ഒരു സഹോദരന്റെ മകന്റെ വിവാഹം വലിയ ചർച്ച ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ട്? ഒരാനപ്പുറത്ത് ആ ആനയ്ക്ക് ചന്ദനക്കുറി ഇട്ടുകൊടുത്തിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് വലിയൊരു യാത്ര നടത്തുകയാണ്. കല്യാണച്ചക്കനാണ്. ഇന്ന് രാവിലെ ഇന്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ മറ്റൊരു ചിത്രം, മറ്റൊരു വീഡിയോ മറ്റൊന്നുമല്ല, ഒരു സഹോദരനെ സച്ചിനെ പോലെ, രോഹിത് ശർമ്മയെ പോലെ, വിരാട് കോഹ്ലിയെ പോലെയൊക്കെ അണിയിച്ചൊരുക്കി, അഥവാ ക്രിക്കറ്റ് പ്ലെയറിന്റെ രൂപത്തിലും കോലത്തിലും ഒക്കെ അണിയിച്ചൊരുക്കിയിട്ട് വിവാഹ പന്തലിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. എന്താണ് അവസ്ഥ? നല്ല മാന്യമായ വസ്ത്രം ധരിക്കാം, അതിന് അവന്റെ കയ്യും കാലിലും ഒക്കെ ഷോക്സും ഒക്കെ ധരിപ്പിച്ച് ഹെൽമറ്റും ഇട്ട് ബാറ്റും പിടിപ്പിച്ച് വിടുകയാണ്. കണ്ടു കഴിഞ്ഞവർക്ക് ഈ ബാറ്റ് കൊണ്ട് ഭാര്യയെ തല്ലാൻ പോവാണ് എന്ന ലക്ഷ്യത്തില് ബാറ്റുമായിട്ട് ഇവൻ മണിയറയിലേക്ക് പോകാൻ ഇവനെ ആനയിച്ചു കൊണ്ടുപോവാണ്. ചെറുപ്പക്കാര് കുറെ പേര് പാട്ടും ഗാനമേളയുമായി. അവന്റെ തൊട്ടു പിന്നിൽ ഒരു ഓട്ടോയുണ്ട്. ആ ഓട്ടോ മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ്, ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പൊ അതിനടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തൊട്ടുപുറകിൽ ഒരു ഓട്ടോ ഉണ്ട്, ആ ഓട്ടോ ഇങ്ങനെ ചെടി കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഞാൻ കുറെ നേരം വീഡിയോ ഇങ്ങനെ 2-3 പ്രാവശ്യം കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം അത്രത്തോളം ഓട്ടോ കാണുന്നില്ല, പരിപൂർണമായി ചെടിയിൽ അലങ്കരിച്ചിരിക്കുക. അത്രമാത്രം ആഭാസങ്ങൾ സമൂഹത്തിൽ നടക്കുക. പൈസ കൂടിപ്പോയപ്പോ, പണം കൂടിപ്പോയപ്പോ മനുഷ്യൻ തെറ്റുകൾ വ്യാപൃതനാകുകയാണ്. എന്തുകൊണ്ടാണ് വർഷം വർഷം അടിക്കടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകുന്നത്? സദ്ദാം ഹുസൈനിന്റെ ആ വഫാത്തോടുകൂടി അവിടെ മുതൽ അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് മുതലുള്ളതാകുന്ന ബലിപെരുന്നാളിന്റെ സുദിനം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്ക്. എല്ലാ ബലിപെരുന്നാൾ സുദിനത്തിലും ഓരോ വിപത്തുകളാണ്. കഴിഞ്ഞ വർഷവും പ്രളയം, ഈ വർഷവും ജലപ്രളയം. കഴിഞ്ഞ വർഷം തീരദേശങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രളയം ഒരു വലിയ ബുദ്ധിമുട്ടായി അല്ലാഹു നൽകിയപ്പോ ഈ വർഷം കുന്നിൻ മുകളിൽ അധിവസിച്ചിരുന്നവർ മനോഹരമായ ഗേഹങ്ങൾ പണിത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ചെന്നപ്പോ അവിടെ അല്ലാഹു ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ അവരെ അകപ്പെടുത്തി പരീക്ഷിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. അഥവാ നീ എവിടെയായിരുന്നാലും തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം. ഈ പ്രളയത്തിൽ അകപ്പെട്ടവർ മുഴുവനും തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരിക്കലും വാദിക്കൊന്നുമില്ല. മറിച്ച് തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകുമ്പോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്മയിലേക്ക് വഴി നടത്താതിരിക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും വിപത്തുകൾ വരാം എന്നാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരു സമൂഹം തെറ്റ് ചെയ്യുമ്പോൾ ആ സമൂഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുഖേനയും ഹദീസ് മുഖേനയും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ, തന്റെ പ്രിയപ്പെട്ട മകന് തെറ്റിലേക്ക് പോകുമ്പോ, അവന്റെ വിചാരത്തിലേക്ക് പോകുമ്പോ, ഇന്നും ഒരു സഹോദരൻ എന്നോട് ജുമഅയ്ക്ക് മുമ്പ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളുടെ ഭർത്താവ് വ്യഭിചരിക്കാൻ 4 ലക്ഷം രൂപ ഒരു മാസം, അഥവാ 28 ദിവസം തികയുമ്പോ 4 ലക്ഷം രൂപ അവന് ജോലിക്ക് സമ്പാദിക്കുന്നവനാണ്. 4 ലക്ഷം രൂപ കിട്ടും 28 ദിവസം കൊണ്ട്. കപ്പലിലാണ് അവന് ജോലി, 4 ലക്ഷം രൂപ കിട്ടും.
ഒരൊറ്റ മാസം കൊണ്ട് 28 ദിവസം കൊണ്ട് കിട്ടുന്നതായ ശമ്പളമാണ്. പക്ഷെ ആ 28 ദിവസം കൊണ്ട് അവന് ശമ്പളം കിട്ടി. അവൻ തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അവൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേശ്യാലയത്തിലേക്ക് പോവാണ്. ഈ പൈസയായിട്ട് അടിച്ചു പൊളിക്കുക. 3.5 വയസ്സുള്ള മകളുണ്ട്, 1.5 വയസ്സുള്ള മകനുമുണ്ട്. എന്റെ മകളുടെ ഭർത്താവാണ്. ആ മക്കളെ ഒന്ന് ഒരു നോക്ക് കാണാൻ ഇവൻ തയ്യാറാകുന്നില്ല. 2 ദിവസം അങ്ങനെ തലസ്ഥാന നഗരിയിൽ അടിച്ചു പൊളിച്ച് കള്ളുകുടിച്ച് മതോന്മത്തനായി ഏതെങ്കിലും അശ്ലീല സ്ത്രീകളോടൊപ്പം ശരീരം പങ്കിട്ടിട്ട് വീണ്ടും അടുത്ത കപ്പലിൽ യാത്ര തിരിക്കുകയാണ് അവന്റെ ജോലിക്ക്. 1 മാസം വീണ്ടും തികച്ച് 4 ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ടുവരുന്നു. വീണ്ടും ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഗോൾഡ് ഡിഗർക്ക് കൊടുത്ത് അശരീരമായപ്പെട്ട സ്ത്രീകൾ കൊടുത്ത് വേശ്യ സ്ത്രീകൾക്ക് നൽകിയിട്ട് വീണ്ടും സായുജ്യം അണിഞ്ഞുകൊണ്ട് ആ 2 ദിവസത്തെ ലീവ് അടിച്ചു പൊളിച്ചിട്ട് വീണ്ടും പോവാൻ. ഇങ്ങനെ അവൻ വരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്റെ വീട്ടിലേക്ക് അവൻ വരുന്നില്ല. കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിലേക്ക് വന്നിട്ടില്ല. 3.5 വയസ്സുള്ള മകനെയും 1.5 വയസ്സുള്ള കുട്ടിയും കാണണമെന്നുള്ള താല്പര്യം അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലില്ല. ഇതൊക്കെ നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരങ്ങൾ വിഷമത്തോടുകൂടി വളരെയേറെ പ്രയാസത്തോടുകൂടി ഓർമ്മപ്പെടുത്തുമ്പോ പള്ളിയിലൊക്കെ വന്നിട്ട് ഉസ്താദുമാരോട് പറയുന്നത് ഇതാണ്: വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ. നിങ്ങൾ ഈ പള്ളിയിൽ ഉസ്താദുമാരുടെ റൂമിൽ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തപ്പോ ഒരു ആൾക്കൂട്ടം. ഇതൊന്നുമല്ല, ഇവര് വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയാൻ, ദുഃഖങ്ങൾ പറയാൻ, മക്കളെ കുറിച്ച് പരാതിപ്പെടാൻ. മക്കള് കള്ളുകുടിച്ച് നടക്കുന്നു. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് MBA കാരനാണ് എന്റെ പ്രിയപ്പെട്ടതായ മകൻ. അവനിപ്പോ അന്യമതത്തിൽപ്പെട്ടതായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് വലിയ താല്പര്യമാണ്. വിവാഹം ചെയ്യാൻ അവൻ തുനിഞ്ഞിരിക്കാൻ. അന്യമതത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരിയെ വിവാഹം ചെയ്യണമെന്നുള്ള വലിയ താല്പര്യത്തിലാണ്. രണ്ടുപേരും വലിയ പ്രണയത്തിലാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരുടെ കലാലയങ്ങളിൽ ഒരുമിച്ചുള്ളവരായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതുവരെ ഞാൻ അവളെ കണ്ടിട്ടുമില്ല. എന്ത് ചെയ്യണം? എന്താണ് അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കൂ സമൂഹത്തിൽ. ഇന്നലെയും മിനിയാന്നും ഒക്കെ പത്രങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർക്കറിയാം, നിറഞ്ഞു നിൽക്കുന്നത് ഒരു മുസ്ലിം സഹോദരിയോടൊപ്പം ഒരു ഹൈന്ദവ ദേവാലയത്തിൽ അവരുടെ ദേവാലയത്തിന്റെ മുന്നിൽ കുരിശ് വരച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം സഹോദരി അന്യമതത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടിപ്പോവാണ്. സ്വന്തം വാപ്പയും ഉമ്മയും മറന്ന്, അവർ 18 വർഷം വരെ അവൾക്ക് കൊടുത്തതായ സ്നേഹം മറന്ന്. ഇതാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തിരിച്ചറിവുണ്ടാകണ്ടേ? ഇത്രയും വലിയൊരു ജലപ്രളയങ്ങളും ഇത്രയും വലിയൊരു സംഭവ വികാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണമൊക്കെ നൽകിയിട്ട് പരിപൂർണമായി നെവർ മൈൻഡ് ചെയ്തുകൊണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലല്ലോ. ഏതൊക്കെയോ ചില നാടുകളിൽ ബാധിക്കുന്നു, തൊട്ടപ്പുറത്തുള്ളതാകുന്ന ജില്ലകൾ ബാധിക്കുമ്പോഴും തൊട്ടടുത്തുള്ള കുടുംബാദികൾ മരണപ്പെട്ടു പോകുമ്പോഴും അന്യന്റെ അതാകുന്ന വ്യക്തികളാണ് എന്നുള്ള തിരിച്ചറിവാണ് സമൂഹം ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. ഇത് എന്നിലേക്ക് കടന്നു വരും. ഞാനും ഈ ലോകത്ത് മരിക്കേണ്ടവരാണ്. സ്വന്തം വാപ്പയെ കൊണ്ടുവന്ന ഖബറിലേക്ക് വെക്കുമ്പോഴും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് മക്കൾ മാറിയിരിക്കുകയാണ്. വാപ്പാടെ ഖബറിലേക്ക് ഞാൻ തന്നെയാ മയ്യത്ത് വെക്കുന്നത് എന്നറിയിക്കാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറുകയിൽ ജനാസ ഇറക്കി വെക്കുന്ന ഒരു യുഗം. എന്നിട്ട് അത് ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. എന്റെ വാപ്പ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോയി. മരിച്ചു കിടക്കുന്ന പിതാവിന്റെ ജനാസയുടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന മക്കളുള്ള കാലഘട്ടം. നമ്മളിൽ നിന്നുള്ള ഈമാനികമാകുന്ന പ്രഭ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ആ പ്രഭ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ പരിപൂർണമായി ആത്മീയത കൈമുതലാക്കണം. ഉറപ്പാണ്. ആത്മീയ കൈമുതലാകണമെങ്കിൽ ആത്മീയതയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തണം. ആ ഒരു സിയാറത്താണ്, മഹത്തായ ലക്ഷ്യമാണ് പരിശുദ്ധമായ ഉംറയും പരിശുദ്ധമായ ഹജ്ജും. വലിയൊരു മഹത്തായ യാത്രയാണ്, ചെറിയ യാത്രയല്ല, ത്യാഗമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കരുനാഗപ്പള്ളി ജമാഅത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ അവരുടെ ഉംറകളെ പറ്റി ത്യാഗമായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളാണ്, ഒരുപാട് പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട് വേണം ഉംറയ്ക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടി പോയായിരുന്നു. എത്ര സുഖമുണ്ടായിരുന്നാലും അതിന്റെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് ഹജ്ജിന് പോകുമ്പോൾ കൂടുതൽ ത്യാഗമാണ്. അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തീർത്തും മനസ്സിന് റാഹത്തുള്ള നിലക്കാണ് എങ്കിൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടില്ല ആ യാത്രയിൽ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇവിടുന്ന് യാത്ര പോകാൻ അല്പം ലേറ്റ് ആയിട്ടുണ്ടാവും. പറയുന്ന സമയത്തിനുള്ളിൽ വാഹനം റെഡി ആയിട്ടുണ്ടാവൂല. നിന്നെ പരീക്ഷിക്കും. ഒരു ഉംറയ്ക്ക് വേണ്ടി പോകുന്നവനെ, ഹജ്ജിന് വേണ്ടി പോകുന്നവന് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടാവേണ്ടത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അവന് ക്ഷമയാണ് മർമ്മപ്രധാനം എന്നാണ് ഞാൻ ആദ്യം പറയുക. എന്തുകൊണ്ട്? അവിടെ ചെന്നുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളിൽ എപ്പോഴും അടിക്കടി ഓർമ്മപ്പെടുത്തും, ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ക്ഷമ പരിപൂർണമായി വേണേ.
പക്ഷെ നമുക്ക് അക്ഷമയാണ്. അവിടെ എത്തുമ്പോൾ ഭക്ഷണം അല്പം വൈകി, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളതല്ല എന്ന രീതിയിൽ വരുമ്പോ മനോഹരമായ ഫുഡാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിക്കുന്ന ധാരാളം ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി യാത്ര തിരിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷെ വീട്ടിൽ വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിരിക്കാം, അവന് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നത് മനോഹരമായ ഭക്ഷണമായിരിക്കാം. എന്നിരുന്നാൽ പോലും കുറ്റം കണ്ടെത്തുന്ന ധാരാളം സഹോദരങ്ങൾ നല്ല ഭക്ഷണം സദ്യ കൊടുക്കുമ്പോൾ പറയും എനിക്ക് കഞ്ഞിയും പയറുമാണ് ഇഷ്ടം, കഞ്ഞിയും പയറും കൊടുക്കുമ്പോൾ പറയും എനിക്ക് സദ്യയാണ് ഇഷ്ടം, പൊറോട്ടയും ബീഫുമാണ് രാത്രി കഴിച്ച ശീലം, ഇല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാണ് ശീലം. ഇങ്ങനെ വെറുതെ ഒരു ഒടക്ക് മൈൻഡിലേക്ക് പോകുന്ന ധാരാളം സഹോദര സഹോദരിമാരെ കാണാൻ സാധിക്കും ഉംറയുടെ വേളയിലും ഹജ്ജിന്റെ വേളയിലും. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. ഒരു 14 ദിവസത്തേതാകുന്ന പാക്കേജ്, ഇല്ലെങ്കിൽ ഒരു 40-45 ദിവസത്തേക്കുള്ളതാകുന്ന ഹജ്ജിന്റെ പാക്കേജ്. ഈ പാക്കേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഫുടം ചെയ്തതാകുന്ന കുട്ടിയെ പോലെ, ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന കുട്ടിയെ പോലെ പാപത്തിൽ നിന്ന് പരിപൂർണമായി സുരക്ഷിതയാക്കുന്ന രംഗമാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നത്. ചെറിയ പ്രക്രിയയല്ല, വലിയൊരു പ്രക്രിയയാണ്. അത് ക്രിയാത്മകമായി നിന്റെ തുടക്കം മുതലേ നിന്റെ യാത്ര റാഹത്താകണം. എന്തുകൊണ്ട്? നിനക്കുള്ള സ്ഥാനം ചെറുതല്ല, നീ എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നിന്റെ മനസ്സും ശരീരവും ക്ലിയർ ആവണം, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണം, അനിവാര്യമാണ്. അശ്ശറത്തുൽ അവ്വൽ, ഒന്നാമത്തെ നിബന്ധന അതാണ്. ഹജ്ജാകട്ടെ ഉംറയാകട്ടെ ഹലാലായ സമ്പാദ്യം കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഞാനിത് പറയാൻ കാരണം, എങ്ങനെയെങ്കിലും കാബ കാണണം, എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിയുടെ ചാരത്തി എത്തണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ചില ആളുകൾ അവരുടേതാകുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. ഒരുപാട് സഹോദരിമാരുണ്ട്. ഒരിക്കലും പാടില്ല, നിഷിദ്ധമാണ്. ആ യാത്ര ഒരിക്കലും ഹലാലാവൂല. ഹലാലായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടണം. അത് ഹജ്ജിനും ഉംറയ്ക്കും മാത്രമല്ല, നീ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിനീരിലും അത് ഉണ്ടാവണം. എങ്കിലേ ദുആഇന് ഇജാബത്തുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താ ഉത്തരം ലഭിക്കാത്തത്? നമ്മൾ കൈ ഉയർത്തി താഴേക്ക് വെക്കുമ്പോഴേക്ക് ആ കാര്യം എന്തുകൊണ്ട് നടക്കാത്തത്? എന്താ നടക്കാത്തത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു പോയിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മടിയുമില്ല നമുക്കതൊക്കെ എന്ന് പറയുമ്പോഴും, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത് എന്ന് സമൂഹത്തോട് ഉത്ബോധനം നടത്തുമ്പോഴും നമ്മളതൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ്. كلهم في النار كلهم في النار. പലിശ തിന്നുന്നവൻ, ആ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവൻ, അത് തീറ്റിപ്പിക്കുന്ന വ്യക്തി, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അതിന്റെ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയിൽ വർത്തിക്കുന്നവരുണ്ടോ അവരെല്ലാവരും നരകത്തിലാണ്. കുല്ലുഹും ഫിന്നാർ, അവർ സർവരും നരകത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ പറയാറുള്ള ഒരു ചോദ്യമാണ്, ഒരുപാട് ഉമ്മമാര് ചോദിക്കാറുള്ള ചോദ്യം, ഉസ്താദ് ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലാറുണ്ട്, മുഹറം മാസം 1 മുതൽക്ക് 10 വരെയുള്ള ദിവസങ്ങൾ പകൽ നോമ്പനുഷ്ഠിച്ചവന് ഫിർദൗസ് എന്ന സ്വർഗ്ഗം അല്ലാഹു നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ ആശുറായിന്റെയും താസ്വായിന്റെയും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റി തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തികളാണ്. ഞാൻ വിശുദ്ധമായ ഖുർആൻ ധാരാളം പ്രാവശ്യം ഖത്മ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് തഹ്ലീൽ ചൊല്ലാറുണ്ട്, ഒരാളെ സ്വലാത്ത് ചൊല്ലാറുണ്ട്. തിങ്കളും വ്യാഴവും ഞാൻ അധികവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള 5 വഖത്ത് നമസ്കാരം ചിട്ടവെക്കുകയും ചെയ്യുന്ന, വീട്ടിൽ വരുന്ന പാവങ്ങളെ കൃത്യമായ രീതിയിൽ അളവുകോൽ വെച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ സൽക്കാരം നടത്തുകയും അവർക്ക് സഹായം നടത്തുകയും ചെയ്യുന്ന എന്റെ ദുആഇന് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഒരുപാട് ഉമ്മമാര് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് ദിക്റൊക്കെ എടുക്കുന്നുണ്ട്, ഉസ്താദേ കാര്യമില്ലല്ലോ, എന്താ കാര്യം?
കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന കുടിനീരും ഹലാലാണോ എന്നൊരു വേള നമ്മളൊന്ന് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്, ചെറിയ കാര്യമല്ല. എന്തുകൊണ്ട്? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം ഇനി കടന്നു വരാനുണ്ട് സഹാബാ, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യദ്ഖുലൂന ജഹന്നമ ബിഅബവൈ. അവർ നരകത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ കാരണമാണ്. മാതാപിതാക്കൾ കാരണമായി മക്കളെ നരകത്തിലേക്ക് എറിയപ്പെടുന്നവർ കാലഘട്ടം കടന്നു വരുമേ. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ, എങ്ങനെയാണ് റസൂലേ, മാതാപിതാക്കൾ കാരണമായി മക്കളെ നരകത്തിലേക്ക് എറിയപ്പെടുമോ റസൂലേ? അതെങ്ങനെയാണ് സാധ്യമാകുക റസൂലേ? സാധാരണ മക്കള് കാരണമായിട്ടാണ് മാതാപിതാക്കൾ നരകത്തിൽ എറിയപ്പെടുക. മക്കള് കാരണമായി അവർ കള്ളു കുടിക്കുന്നതിലൂടെ, അവർ വ്യഭിചരിക്കുന്നതിലൂടെ, അവർ സിനിമാ ലോകത്തേക്ക് വിഹരിക്കുന്നതിലൂടെ, അവർ സോഷ്യൽ മീഡിയ മോശമായ രീതിയിൽ കൊണ്ടാടുന്നതിലൂടെ, അങ്ങനെ മോശമായി വർത്തിക്കുന്നതിലൂടെയാണ് മാതാപിതാക്കൾ നരകത്തിലേക്ക് എറിയപ്പെടുക. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ തങ്ങള് പറഞ്ഞത് മക്കള് കാരണമായി, മാതാപിതാക്കൾ കാരണമായി മക്കള് നരകത്തിൽ എറിയപ്പെടുമത്രേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, യുകല്ലിഫാനിഹി അലൽ ഹറാം, യുകല്ലിഫാനിഹി അലൽ ഹറാം ഫയക്സിബു മാലൽ ഹറാം. മാതാപിതാക്കൾ മക്കളോട് നിർബന്ധം ചെലുത്തുകയാണ്, ഹറാമ് സമ്പാദിക്കാൻ നിർബന്ധം ചെലുത്തുകയാണ്. നമസ്കരിക്കുന്ന ഉമ്മയാണ്, നമസ്കാരമുള്ള ഉപ്പയാണ്, ചിറ്റുമൂല ജമാഅത്തിൽ, വട്ടുപറമ്പ് ജമാഅത്തിൽ, പുത്തൻതെരുവിലെ കരുനാഗപ്പള്ളിയൊക്കെ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്ന സഹോദരനാണ്. 5 വക്ത നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആദ്യ വക്തത്തിൽ തന്നെ നമസ്കരിക്കുന്ന ഉമ്മയാണ്. പക്ഷേ ഒരു ശീലമുണ്ട്, മക്കളെ പ്രവാസ ലോകത്ത് എന്ന് വിളിക്കുമ്പോ മക്കളോട് പറയുകയാണ്, പൊന്നുമോനെ, അയൽവാസിയാകുന്ന അഷ്റഫിലേക്ക് നോക്കുന്നില്ലേ? അവൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് നാട്ടിൽ മനോഹരമായ വീടുണ്ടാക്കിയവനാണ്. നീ 10 കൊല്ലമായി ഗൾഫിൽ പോയി കിടക്കുന്നു, ഇതുവരെ ഒരു 5 സെന്റ് ഭൂമി നീ വാങ്ങിയില്ലല്ലോ. അവൻ 10 സെന്റ് ഭൂമി വാങ്ങി മനോഹരമായി വീട് വെച്ചു. വാപ്പയും അമ്മയും ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയി, കുടുംബത്ത് വന്ന കങ്ങമിതാ ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു. എന്തേ നിനക്ക് കഴിയാതെ പോകുന്നത്? നീ 10 വർഷമായിട്ടില്ലേ പോയിട്ടുള്ളൂ? ഈ 10 കൊല്ലമായിട്ട് എന്തേ നീ സമ്പാദിച്ചത്? ഒരു നയാ പൈസയുടെ ഗുണം നിന്നെ കൊണ്ടുണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോ, നല്ല ജോലിയിൽ വർത്തിക്കുന്ന സഹോദരൻ, മാന്യമായ ഹലാലായ ജോലിയിൽ 10 വർഷമായി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട സഹോദരൻ, 20,000 25,000 രൂപ കൊണ്ട് കൃത്യമായി കുടുംബം മാന്യമായ രീതിയിൽ പോറ്റിയിരുന്ന സഹോദരനോട് മാതാപിതാക്കൾ കണിശതയുടെ വാക്കുകൾ പറയുമ്പോ അവനാ ജോലി മാറി ചിന്തിക്കുകയാണ്, ഹറാമായ മേഖലകൾ തേടിപ്പെടുകയാണ്, സൈഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അവൻ പോവുകയാണ്. അതൊരു പക്ഷേ സ്വർണ്ണക്കടത്തുകളായിരിക്കാം. അബുദാബിയിൽ നിന്ന് എറണാകുളത്തേക്ക്, എറണാകുളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് സ്വർണ്ണക്കടത്തിന്റെ ബിസിനസ് ആയിരിക്കാം. സൈഡ് ബിസിനസ്സുമായി അവൻ ബന്ധപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ഹറാമ് സമ്പാദിക്കുകയാണ്. തന്റെ മാതാപിതാക്കളുടെ സംതൃപ്തി, അവർക്ക് ആഗ്രഹം നാട്ടിൽ 10 സെന്റ് ഭൂമിയാണ്, അവർക്ക് ആഗ്രഹം ചിറ്റുമൂല ടൗണിൽ മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ്, അവർക്ക് ആഗ്രഹം കരുനാഗപ്പള്ളിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്, അവർക്ക് ആഗ്രഹം തന്റെ പ്രിയപ്പെട്ട പൊന്നമകന്റെ കൂടെ പരിശുദ്ധമായ ഉംറയൊന്ന് ചെയ്യലാണ്. ഹറാമ് സമ്പാദിക്കട്ടെ, ഹലാല് സമ്പാദിക്കട്ടെ, ഏത് വിധത്തിലെങ്കിലും പുണ്യമാക്കപ്പെട്ട സ്ഥലമെന്ന് എനിക്കൊന്ന് കാണണമെന്നുള്ള നിത്യത്വം മാത്രമാണ്. ഫയക്സിബാനിഹി ഫയുകല്ലിഫാനിഹി അലൽ ഹറാം. മാതാപിതാക്കൾ ഹറാമ് സമ്പാദിക്കുന്നതിന്റെ മേൽ മക്കളെ നിർബന്ധിക്കുമത്രേ. ഫയക്സിബു മാലൽ ഹറാം. മക്കളെ മാതാപിതാക്കളുടെ നിർബന്ധം കാരണമായി അവർ ഹറാമ് സമ്പാദിക്കുമത്രേ. അത് കാരണമായി അവർ നരകത്തിലേക്ക് എറിയപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ കാരണമായി മക്കൾ നരകത്തിൽ എറിയപ്പെടുക. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന 90% അത് തന്നെയാണ്. മിനിഞ്ഞാന്നൊരു വീഡിയോ കണ്ടു. പ്രവാസ ലോകത്ത് നിന്നൊരു സഹോദരൻ നാട്ടിലേക്ക് കൊടുത്തുവിട്ട പാക്കറ്റ്, സംഭവം നാട്ടിൽ നിന്ന് കൊടുത്തുവിടേണ്ട ഇറച്ചിയാണ് കൊടുത്തുവിടുന്നത്. നല്ല ബീഫ് റാഹത്തായിട്ട് വറുത്ത് കൊടുത്തുവിട്ട അതിങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ്. പൊന്നു കാക്ക കൊണ്ടുപോയേക്കല്ലേ, ഉംറയ്ക്ക് വേണ്ടി പോകേണ്ടിരിക്കും, നിനക്ക് തരും ഒരു 1/2 കിലോ ഇറച്ചി അങ്ങോട്ട് എത്തിച്ചേക്കും മകന്. നമ്മളവർക്ക് ഇറച്ചിയല്ലേ, ഇറച്ചിക്കകത്തെ ബീഫിനകത്ത് അതിന് ആളെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വീഡിയോ ലൈവ് ചെയ്ത് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു, ഇന്നലെ വലിയ വൈറലായൊരു വീഡിയോ ആണ്. ബീഫിനകത്ത് വെച്ചിരിക്കുകയാണ് കഞ്ചാവ് അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുക. നോക്കണം ഏതൊക്കെ രീതിയിൽ പല ഭാഗങ്ങളും നമ്മൾ കേട്ടു. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ കൊടുക്കുകയാണ് പലരെയും. എങ്ങനെയെങ്കിലും ഹറാമ സമ്പാദിക്കുക. ഈ കഞ്ചാവിന്റെ ചെടി നടുക. ഇപ്പൊ ഒരുപാട് പേര് അതിൽ പിടിക്കപ്പെടുന്നുണ്ട്. കഞ്ചാവിന്റെ ചെടി വീട്ടിന്റെ വളപ്പിൽ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. ഇങ്ങനെ ഹറാമ സമ്പാദിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു ലോകം. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കുക എന്നുള്ള രക്തലക്ഷ്യം. അങ്ങനെ പൈസ ഹറാമ് സമ്പാദിച്ചിട്ട് നീ ഹജ്ജോ ഉംറയോ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഹലാൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അതുകൊണ്ട് പോകണം, അല്ലാതെ രക്ഷയില്ല. സ്വർണം പണയം വെക്കണ്ട. ആ സ്വർണം കൊണ്ട് വിറ്റിട്ട് അതിന്റെ പൈസ വെച്ചിട്ട് പോയിക്കോ, റാഹത്തായില്ലേ. പണയം വെക്കുമ്പോൾ അത് ഹറാമായി, അത് പാടില്ല. അവളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സ്ത്രീകൾ ഒരുപാട് ആളുകൾ അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്താൻ കാരണം. എങ്ങനെയെങ്കിലും ഒന്ന് പോവുക. ആത്മീയതയുടെ ഏറ്റവും വലിയ മേഖലയാണ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. അതിനേക്കാൾ മുകളിൽ വേറൊരു വ്യക്തിത്വമില്ല. ഈ ദുനിയാവിൽ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ തിരു സദസ്സിൽ നമുക്കൊന്ന് എത്തണ്ടേ, മദീനയിലൊന്ന് പോകണ്ടേ? ആഗ്രഹിക്കാത്തവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅലിൽ ബറകത ലഅഫൈ മിനൽ മക്ക ഇലൽ മദീന. اللهم اجعل البركة في المدينة. അല്ലാഹുവേ നീ മദീനയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ലഅഫൈ മാ ജഅലത ഫിൽ മക്ക. മക്കയിൽ നീ നൽകിയ ബറക്കത്തിന്റെ ഇരട്ടി ബറക്കത്ത് നീ മദീനയിൽ നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് മക്കയിൽ പോയാൽ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോയവർക്കറിയാം, അവിടെ പോയ എപ്പോഴും ഒരു ഒച്ചയും ബഹളമായിരിക്കും. മദീന ഭയങ്കര സൈലന്റ് ആണ്. ക്ലൈമറ്റും ആളുകളും അവിടെയുള്ള അറബികളും ഒക്കെ ഭയങ്കര സൈലന്റ് ആണ്. മക്കയിൽ എപ്പോഴും ഒരു കോലാഹലം, ഒരു ഭയങ്കര ഒച്ചയും ബഹളം. നമ്മളുകൊണ്ട് ഇറങ്ങിയാൽ മതി, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഭയങ്കര ഒരു ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. മദീന അങ്ങനെയല്ല, സൈലന്റ് ആണ്. എന്തുകൊണ്ട്? ഒരു ബറക്കത്തുള്ള നാടാക്കി അല്ലാഹു അതിനെ മാറ്റി. മക്കയേക്കാൾ ബറക്കത്ത് ഈ നാടിന് നീ കൊടുക്കണേ എന്ന് ആര് ദുആ ചെയ്തു? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ യകീദു അഹ്ലുൽ മദീന ഇല്ലാ അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ. മദീന നിവാസികളോട് നിങ്ങൾ കുതന്ത്രം പ്രവർത്തിക്കരുത്, അവരെ നിങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിക്കരുത്, അവരോട് കുതന്ത്രത്തിൽ വഞ്ചന നിങ്ങൾ കാണിക്കരുത്. എന്തുകൊണ്ട്? മദീനക്കാരോട് ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ ഇല്ലാ അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോരുന്നത് പോലെ അവർ ഇല്ലാതായി പോകുന്നതാണ്. വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കലക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അത് പരിപൂർണമായി വെള്ളത്തിൽ ലയിച്ചു പോകും ഉപ്പ്. അതേപോലെ നീ പരിപൂർണമായി നാമാവശേഷമാകും മദീനക്കാരോട് കളിച്ചാലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവർക്കുള്ള പദവിയാണ് മദീനക്കാരുള്ള പദവി. ആ നാടിനെ നമ്മൾ സ്നേഹിക്കണം, മഹബത്ത് വെക്കണം. ഞാൻ ഇന്ന് ജുമഅയിൽ ഓർമ്മപ്പെടുത്തിയ പ്രഭാഷണം അത് തന്നെയായിരുന്നു. മദീനയിലേക്ക് പ്രയാണം ചെയ്തു സ്വഹാബത്ത്, പരിശുദ്ധമായ ഹിജ്റ നടത്തി മഹത്തായ ഹിജ്റ. ആ ഹിജ്റയെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ പറ്റൂല. കാരണം സുഹൈബ് റളിയല്ലാഹു അൻഹുവാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിജ്റ നടത്തിയിട്ടുള്ളത്. മഹത്തായ ഒരു ഹിജ്റ. സ്വന്തം കുടുംബത്തെ ഒഴിവാക്കി ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദ്യവും. റോമക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയുന്നു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു.
വിശാലമായ ചരിത്രം. ഞാൻ ചരിത്രം കൂടി ഒന്ന് ഷോർട്ടായി പറഞ്ഞിട്ട് നിർത്താം. സുഹൈബ് റോമി റളിയല്ലാഹു അൻഹു റോമക്കാരനാണ്, രത്നവ്യാപാരിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാം മതം പുൽകി. മക്കയിൽ വന്ന് ഇസ്ലാം മതം പുൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വിശ്വസിച്ചു, രത്നക്കച്ചവടം നടത്തി. നമുക്കറിയാം രത്നത്തിനൊക്കെ വില എന്താണ്. രത്നത്തിന്റെ വലിയ വ്യാപാരമാണ് അദ്ദേഹത്തിന്. ഇപ്പൊ സ്വർണത്തിന് വില കൂടി, 29,120 രൂപയാണ് ഇന്നലത്തെ വില. ഇന്നത്തെ വില എന്താ കൂടിക്കാണുമ്പോൾ കുറയാൻ ചാൻസ് ഇല്ല. കുറയുമ്പോൾ 10 രൂപ കുറയും, കൂടുമ്പോൾ ഒരു 150 രൂപ, ഒരു 350 രൂപ കൂടും. ഇന്നത്തെ വില എത്ര കാര്യം വായിച്ചിട്ടുണ്ടാ? 800 ആയി. ഒറ്റയടിക്ക് പിന്നെയും കൂടി.